റിട്ടയർഡ് അധ്യാപകനാണ്. ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായിരുന്നു. 11 വർഷമായിട്ട് ഈ പാലിയേറ്റീവ് ക്ലിനിക്കിൻ്റെ ഓഫീസ് സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്നു. നഷ്ടപ്പെട്ട കഴിവുകൾ തിരിച്ച് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ a place where pain no longer lays painted skies, butterflies. Hello, I am Minha. I am Reina. We are the students from Sulim Islam Science College, and today we are happy to introduce Mr. Labid Akbar, who is a teacher from the SOS Areekode. Along with his profession, he is also the volunteer of palliative care Areekode, and he visited many places to speak the importance of the palliative care. Let us introduce him. Hi sir. Sir, introduce him. ഞാൻ ഡോക്ടർ ലബീദ്, അരീക്കോടുകാരൻ തന്നെയാണ്. സ്കൂളിൽ 2004 ജോയിൻ ചെയ്ത് 21 വർഷം പൂർത്തിയാകുന്നു. നേരത്തെ ഒരു പത്രപ്രവർത്തകനായിരുന്നു, പിന്നെ കൗൺസിലറായിരുന്നു. എൻ്റെ PhD സബ്ജക്റ്റ് തന്നെ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ആണ്. സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ഓൾഡ് ഏജ്, വൃദ്ധന്മാരുടെ പ്രായമായ ആളുകളുടെ മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ നിലയിലാണ് എൻ്റെ PhD. അപ്പോൾ ഇവിടെ സ്കൂളിൽ UP വിഭാഗത്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സയൻസും സാമൂഹികവും 2 ഭാഗങ്ങളും താല്പര്യത്തിനനുസരിച്ച് എടുക്കുന്നു. നേരത്തെ TTC കഴിഞ്ഞാണ്, പിന്നെ B.Ed കഴിഞ്ഞു, അങ്ങനെ പല തരത്തിലുള്ള കോഴ്സുകൾ കഴിഞ്ഞ ആളാണ്. അരീക്കോട് പാലിയേറ്റീവ് കെയറിൽ പറയുമ്പോൾ നമുക്ക് നേരത്തെ ഉള്ള ഒരു പാലിയേറ്റീവ് ചരിത്രം കൂടി പറയേണ്ടതുണ്ട്. 1960കളിലാണ് UK സിസിലി സൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു നേഴ്സ്, പിന്നീട് MBBS എടുത്ത് ഡോക്ടറൊക്കെ ആയിട്ട് മാറി. അവർ അവിടുത്തെ ഹോസ്പിസ് സംവിധാനം, ഹോസ്പിറ്റലിൽ ബേസ്ഡ്, ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. അതോടൊപ്പം രോഗി വന്ന സമയത്ത് രോഗിയുടെ അസുഖം മാറി ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അവർ രോഗി പോണില്ല. അപ്പോൾ എന്താ പോകാത്തതെന്ന് സിസിലി സൗണ്ടേഴ്സ് ചോദിക്കുന്ന സമയത്ത് അവരോട് പറയുന്നത്, എനിക്ക് ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഇവിടെയാണ്, വീട്ടിലല്ല. വീട്ടിലാകുമ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്ന് സിസിലി സൗണ്ടേഴ്സ് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല, അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആത്മീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ 1960കളിൽ UK തുടങ്ങിയിട്ടുള്ളൊരു സംരംഭം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ, ഇന്ത്യയിൽ ബോംബെയിലാണ് ആദ്യമായിട്ട് വരുന്നത്. 1990കളിലാണ്. അത് കേരളത്തിലേക്ക് വന്ന സമയത്ത് 1996ലാണ് കേരളത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ തുടങ്ങുക എന്ന് പറയുന്നത് അതുവരെ 1996 വരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും അല്ലെങ്കിൽ UK-യിലാണെങ്കിലൊക്കെ ആരോഗ്യരംഗത്തുള്ള ആൾക്കാർ, ഡോക്ടർമാരോ നഴ്സുമാരോ ആരോഗ്യ പ്രവർത്തകരോ മാത്രമാണ് ഉണ്ടായിരുന്നത്, അതിൽ ഇൻവോൾവ് ചെയ്ത്. പക്ഷേ ഇതൊരു ബാക്കിയുള്ള എല്ലാ സംഗതികളും സാമൂഹികപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ഡോക്ടറുടെ ഒരു സേവനമോ മറ്റു സാധനങ്ങളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ പാലിയേറ്റീവ് കെയറിൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ 1996 ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് 97 അത് സാറ്റലൈറ്റ് യൂണിറ്റ് എന്ന നിലയ്ക്ക് മഞ്ചേരി ഒരു സ്ഥാപനം തുടങ്ങി, പാലിയേറ്റീവ് കെയറിൻ്റെ. അന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആണ്. പെയിൻ എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഉള്ളൊരു ആശ്വാസം കൊടുക്കൽ. ഇതൊരു ചികിത്സ അല്ല, ഒരു ചികിത്സാ രീതിയല്ല, ഇതൊരു സാന്ത്വന മേഖലയാണ്. അപ്പോൾ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞത് ഒരു പുതപ്പ് എന്നാണ് പാലിയേറ്റീവ് അതിൻ്റെ ഗ്രീക്ക് പദത്തിനർത്ഥം. അപ്പോൾ ഗ്രീക്ക് പദത്തിലുള്ള ആ പാലി എന്ന് പറഞ്ഞാൽ പുതപ്പ്. ആ പുതപ്പിട്ട് മൂടുമ്പോൾ ഒരു മനുഷ്യന് എന്തൊക്കെ ആശ്വാസം ഉണ്ടാവുമോ അത്തരം ആശ്വാസമാണ് രോഗിക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ബേസിലാണ് 1997 മഞ്ചേരി തുടങ്ങി.
2-3 സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. അതിൽ അടിസ്ഥാനത്തിൽ 2000-ലാണ് അരീക്കോട് ഇതിൻ്റെ ഒരു കേന്ദ്രമാണെന്നുള്ള അറിയിക്കുന്നത്. അരീക്കോടുള്ള 5-6 രോഗികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഈ ചികിത്സ നേടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ 7 രോഗികളെ നമ്മൾ അരീക്കോടേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കേന്ദ്രത്തിൽ ഇരുത്തി. അങ്ങനെ 2001 പാലിയേറ്റീവ് കെയർ തുടങ്ങി അരീക്കോട്. ഇപ്പം മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലക്ക് പാലിയേറ്റീവ് ക്ലിനിക്കുകളുടെ ഒരു സ്റ്റൈല് മാറ്റി. കാരണം ലോകം ഇങ്ങനെ മാറുകയാണ്, AI കാലഘട്ടം വരികയാണ്, ആളുകൾക്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ പാലിയേറ്റീവ് കെയറിൻ്റെ സംവിധാനത്തിൽ എത്തുന്നുള്ളൂ. ഒന്ന് ക്യാൻസർ രോഗികളാണ് നേരത്തെ തുടങ്ങിയത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്നുള്ളൊരു സംഗതി കോശങ്ങളുടെ ഏതെങ്കിലും ശരീരത്തിലുള്ള കോശങ്ങളുടെ ക്രമാതീതമായ വളർച്ച ആണ് ക്യാൻസർ. അത് ചില ക്യാൻസറുകൾ എന്ത് ചെയ്യുക, ബൾജ് ചെയ്തിട്ട് ഇങ്ങനെ വരാം, മഴയായിട്ട് വരാം. അപ്പോൾ മഴ കാണുമ്പോൾ നമുക്ക് ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു മഴ കാണുമ്പോൾ നമുക്ക് ഇതൊരു ക്യാൻസറാന്ന് പറഞ്ഞുകൂടാ, ഒരു അസാധാരണമാണ്. അല്ലെങ്കിൽ അവിടെ ആ വേദന വന്നിട്ട് 2 കോശങ്ങൾക്കിടയിൽ വേറൊരു കോശം ഇങ്ങനെ വളർന്നു വലുതാവുമ്പോൾ ഈ കോശത്തിനെ ഞെരുക്കും. ആ ഞെരുക്കുന്ന സമയത്ത് വേദന ഉണ്ടാവും. അത് ചില ആളുകൾക്ക് വേദന ഉണ്ടാവും, വയറിന് വേദന അത് നിൽക്കണില്ല, ഊരക്ക് വേദന അത് നിൽക്കുന്നില്ല, കാലിന് വേദന നിൽക്കുന്നില്ല, പെരടിക്ക് വേദന നിൽക്കില്ല. അങ്ങനെ വേദനയോ അല്ലെങ്കിൽ ക്രമാതീതമായ വളർച്ചയോ ഉണ്ടാകുന്ന സമയത്താണ് ഇത്. ചില സമയത്ത് വളരെ കുറഞ്ഞ ഇതുള്ളൂ, ചില സമയത്ത് ക്യാൻസറായി മാറും. അപ്പോൾ ക്യാൻസറിൻ്റെ പെയിനാണ് ഏറ്റവും കൂടുതൽ. നമ്മളൊക്കെ സാധാരണ നമ്മളറിയാതെ പിന്നെ വാതിലിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഓർക്കാതെ വരുമ്പോൾ ആ വിരല് കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ വേദന ഉണ്ട്. അതാണ് ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു വേദന. അപ്പോൾ നമ്മളതിൽ മെഷർമെൻറ്റിൽ 10 വേദന, അങ്ങനെ 10 എണ്ണം വരെ എഴുതുന്നു. ഈ കൈ കുടുങ്ങുമ്പോൾ ഉണ്ടായ, കൈ കുടുങ്ങിയ ആൾക്കാർക്ക് ആ വേദന അറിയുള്ളൂ. ആ കുടുങ്ങുമ്പോൾ ഉണ്ടായിരുന്ന വേദന എത്രയാണോ നമ്മൾ ഊഹിച്ചറിയാം, അതിൻ്റെ 10 ഇരട്ടി വേദനയാണ് ക്യാൻസർ രോഗികൾക്ക് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പെയിന് അവിടെ കൂട്ടിയത്. പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും പെയിൻ ഇല്ല. ആ പെയിൻ ഇല്ലാതെ വെച്ചാൽ അന്ന് ക്യാൻസർ രോഗികൾ മാത്രമാണെങ്കിൽ ഇന്ന് കിഡ്നി രോഗികളുണ്ട്, ഹാർട്ട് രോഗികളുണ്ട്, TB രോഗികളുണ്ട്, പിന്നെ ഇൻസുലിൻ വെക്കുന്ന രോഗികളുണ്ട്, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള് ഇതൊക്കെയുള്ള രോഗികളുണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്. ഇങ്ങനെ ഏതൊക്കെ ശരീരത്തിൻ്റെ എന്തൊക്കെ അവയവങ്ങളുണ്ട് അതിലൊക്കെ ഉള്ള ചികിത്സകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് സാന്ത്വന പരിചരണമാണ്, ചികിത്സ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആശുപത്രിയിലോ ഉള്ളൂ. പക്ഷേ അതിന് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ടീവ് സ്ഥാപനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇത് ആദ്യത്തിലുണ്ടായിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഇപ്പോൾ വീടുകളിലേക്ക്, രോഗികളുടെ വീടുകളിലേക്ക് വന്നിട്ടുള്ള പരിചരണം. ഇപ്പോൾ ഹോം കെയർ, അപ്പോൾ നമുക്ക് അരീക്കോടിനെ സംബന്ധിച്ചിടത്തോളം 12 ഹോം കെയർ ഉണ്ട്. 3 വാഹനങ്ങളായിട്ട് ആഴ്ചയിൽ 12 ഹോം കെയർ പോയി നിൽക്കുക. ഒരു ഹോം കെയറിൽ മിക്കവാറും ഒരു 8 രോഗികൾ അല്ലെങ്കിൽ 10 രോഗികളൊക്കെയാണ് നോക്കുക. അപ്പോൾ അത് രോഗികളുടെ അവകാശമാണ്. ഇപ്പം എനിക്ക് അസുഖം വരികയാണെങ്കിൽ എൻ്റെ സൊസൈറ്റി നോക്കണം എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അവർ ക്ലിനിക്കുകളിൽ നടക്കുന്ന അതിൽ അവരുടെ വീടുകളിൽ പോകുന്നു, അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കേണ്ടതെന്ന് നമ്മൾ നോക്കുന്നു. ചില വീടുകളിൽ വസ്ത്രമില്ലാത്ത ഇതുണ്ടാവും, അപ്പോൾ വസ്ത്രം കൊടുക്കും. ചില സ്ഥലത്ത് അരി, മറ്റ് പലവ്യഞ്ജന സാധനങ്ങൾ ഉണ്ടാവില്ല, അത് വാങ്ങിക്കൊടുക്കും. റീഹാബിലിറ്റേഷൻ എന്നുള്ള പേരിൽ അത് വാങ്ങിക്കൊടുക്കും. ഈ ചില ഇതിൽ വിദ്യാഭ്യാസമാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി റീഹാബിലിറ്റേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ രോഗികളിൽ തന്നെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അവർക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. സോപ്പ് നിർമ്മാണമാണെങ്കിൽ അത്, കുട നിർമ്മാണമാണെങ്കിൽ അത്, ചിലപ്പോൾ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ചില ഉപകരണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അത്, അങ്ങനെ പല ബാഗ് നിർമ്മാണമുണ്ട്. വാഴനാര് ഉപയോഗിച്ചിട്ട് ബാഗ് ഉണ്ടാക്കിയാണ് മാർക്കറ്റ് ചെയ്യുന്ന സംവിധാനം. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് പൊതുവെ എല്ലാ ക്ലിനിക്കുകളും പൊതുവായിട്ട് ഇപ്പോൾ ചെയ്ത് വരുന്ന സമയം. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് രോഗികളെ, ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് രോഗം വന്നാൽ ഞാനിപ്പോൾ ടീച്ചറാണ്, എൻ്റെ ഫാമിലി ഉണ്ടാവും, സംഗതി ഉണ്ടാവും. പക്ഷേ സാധാരണക്കാരായി മാറുമ്പോൾ അവർക്ക് നാളത്തേത് എന്ത് എന്നുള്ളതിനെ കുറിച്ചൊരു പരാതി അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ടാവും.
എന്താ ഇപ്പം നാളെ എങ്ങനെ ചെയ്യുക, നാളെ എൻ്റെ മക്കളെ എങ്ങനെ പഠിക്കുക, അടുത്ത ഫീസ് എങ്ങനെ കൊടുക്കുക, അതൊക്കെ സാധനങ്ങൾ. പക്ഷെ ഇത് നമ്മളിത് അറിയുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് രീതിയിലുള്ള ഫീൽ ചെയ്ത ആളാണ് ഞാൻ. ഒന്ന്, ഇത് നേരിട്ട് അനുഭവപ്പെടുക, ഇങ്ങനെയും മനുഷ്യന്മാരുണ്ട് എന്നുള്ള അനുഭവപ്പെടുക, അത് ഒരു ഭാഗം. ചില രോഗികൾ നാളെ കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറേ കാലത്തേക്കും വേണ്ടി സ്വരൂപിച്ചു. അത് സ്വാഭാവിക രോഗം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്കയുടെ ഭാഗമാണ്. ചില രോഗികൾ കിട്ടിയ സാധനങ്ങൾ പറയില്ല. ആ കിട്ടിയത് നമ്മൾ മുഖാന്തരം ചെയ്ത സാധനം തന്നെ രോഗി പറയാത്തതുകൊണ്ട് നമുക്കൊരു വിഷമം ഉണ്ടാവും. അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു ലക്ഷം റുപ്യ സർജറിക്ക് ആവശ്യമുണ്ടെന്ന് പറയണമെങ്കിൽ ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞാൽ അവർ ഏറ്റു എന്ന് അവർ പറയണ്ടേ. അപ്പോൾ അത് പറയാതെ കുമ്പുണ്ടായിരുന്ന ഒരു മറച്ചു വെച്ചു എന്നുള്ളൊരു തോന്നൽ. അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ത് എന്നുള്ളത് ഒരു കൃത്യമായൊരു വ്യക്തമായൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഒരു കിട്ടണം വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കും. പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേദന അനുഭവിക്കുന്ന ആൾക്കാർ, ഞാൻ മമ്പാട് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് 97 അന്ന് ഡിഗ്രി ഫൈനൽ കഴിഞ്ഞത്. അപ്പോൾ അന്ന് നിലമ്പൂരിലൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മമ്പാട് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുന്ന് മമ്പാടുന്ന് നിലമ്പൂരിലേക്ക് പോയി. ഒരു സാധാരണ ഒരു ക്ലാസ് കട്ട് ചെയ്ത് പോകുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അവിടെ NSSൻ്റെ കീഴിലായിട്ട് ഒരു പ്രോഗ്രാം ഇട്ടു. പാലിയേറ്റീവ് കെയർ എന്നുള്ള പെയിൻ പാലിയേറ്റീവിൻ്റെ വോളണ്ടിയർ ആവാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അവസരങ്ങളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്കുള്ള കഴിവിനെ അവിടെ യൂട്ടിലൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഡിഗ്രീൻ്റെ മുമ്പ് തന്നെ TTC എടുത്തുകൊണ്ട് ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യയിലുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ ഇന്ത്യയുണ്ട്. അപ്പോൾ 97 ഞാൻ നിലമ്പൂരിൽ പോയിട്ട് അവിടെ നിന്ന സമയത്ത് ക്ലാസ് എടുക്കാൻ ആളില്ല. അപ്പോൾ പോയിന്റ്സുകൾ എനിക്കിങ്ങനെ എഴുതി തന്നു. പക്ഷെ എൻ്റെ കൂടെ ഉള്ളത് ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. എൻ്റെ പ്രശ്നം എന്താണ്? വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. നിങ്ങളൊക്കെ സാറേ നിങ്ങളൊക്കെ ഉറങ്ങണില്ല. വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ 4-5 ദിവസം ഉറങ്ങാൻ പറ്റാതെ നിൽക്കുമ്പോൾ എൻ്റെ വേദനയേക്കാൾ എൻ്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, അവരുടെ വേദനയാണ് ഞാൻ ഓർക്കാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വേദന എന്ന് പറയുന്ന ഒരു സംഗതിനെ അന്ന് മുതലേ ഞാൻ ഈ വേദന എങ്ങനെയാണ്, വേദന സൂചി കുത്തുന്ന വേദനയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അവരുടെ അവരുടെ കൂടെ നിൽക്കണം എന്ന് എനിക്ക് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ക്ലാസ്, അടിപൊളി ക്ലാസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകനായിട്ടുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, ക്ലാസ് എടുക്കാൻ അറിയുന്ന ആളാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ അവിടെ ഒരു 700ഓളം വരുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരും, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വക്കീലുമാരുണ്ട്, അധ്യാപകരുണ്ട്, അതുപോലെ സാധാരണ കോളേജിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ, പല കോളേജിൽ നിന്നും, മാർത്തോമ കോളേജിൽ നിന്നും നിലമ്പൂരിലെ കോളേജിൽ നിന്നും എല്ലാ കോളേജുകളിൽ നിന്നും വന്ന ആൾക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാ വിഭാഗം ആൾക്കാർ 700ഓളം ഉള്ള ആൾക്കാരുടെ മുമ്പിൽ എനിക്കത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഉഷാറായി, ഇനി നമുക്ക് അടുത്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ ഈ രോഗികളുടെ വേദന എന്നുള്ളതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ആ വേദന നാളെ എനിക്ക് അസുഖം ഉണ്ടാണ്, എനിക്ക് വരാം, ഉറക്കില്ലാതായി മാറാം, അങ്ങനെയൊക്കെ പല രീതിയിലും വരല്ലോ. അപ്പോൾ ഇത് അവരുടെ വേദനയുടെ കൂടെ സിമ്പതി എന്നുള്ള ഒഴിവാക്കിയിട്ട് എമ്പത്തറ്റിക്കൽ അപ്രോച്ച് ഞാൻ സ്വീകരിച്ചപ്പോൾ എനിക്കത് തോന്നി, ഇത് ഞാൻ ചെയ്യേണ്ട, എനിക്ക് ഇതിലെ റോള് ആരോടെങ്കിലൊക്കെ ഇങ്ങനെ സംസാരിക്കുക, അവരെ രീതിയിൽ സഹായിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത്. സഹായങ്ങൾ ഉണ്ട്, പ്ലസ് നമ്മളെ വീടുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നമ്മളെല്ലായിടത്തും ഇടപെടുമല്ലോ. ഇപ്പോൾ കുട്ടിക്കുള്ള ഫീസ്, മക്കളുണ്ടെങ്കിൽ മക്കൾക്കുള്ള ഫീസ്, ആ ഫീസിൽ നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടാവും. അവിടെ ഭക്ഷണം ഇല്ല, അപ്പോൾ അവിടെ ഭക്ഷണത്തിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും, കൂട്ടായ്മ ഉണ്ടാക്കും. മരുന്ന് വാങ്ങാനില്ല, അപ്പോൾ മരുന്ന് വാങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കും. അവർക്ക് ഡോക്ടറെ കാണണം, പക്ഷെ ഡോക്ടറെ കാണണമെങ്കിൽ ആ ഡോക്ടറെ അവൈലബിലിറ്റി കിട്ടണം. അത് നമ്മളൊന്ന് ബുക്ക് ചെയ്ത് കൊടുക്കും, അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും കുറേ ടൈം നോക്കാൻ വേണ്ടി. ഇനി ആ ഡോക്ടറെ കണ്ടാലും
അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടല്ലോ, അത് തുടർച്ചയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന അത് നമ്മൾ ചെയ്തു. അപ്പോൾ ഈ ഘട്ടങ്ങളിലൂടെ ആണ് ഇപ്പോൾ കടന്നുകൊണ്ട്. അത് ക്യാൻസർ രോഗികൾക്കുണ്ട്, കിഡ്നി രോഗികൾക്കുണ്ട്, മാനസിക രോഗികൾക്കുണ്ട്. ഇപ്പോൾ മാനസിക രോഗികളെ എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ കൊണ്ടുവരും. 25 കൊല്ലമൊക്കെ വീട്ടിൽ കിടപ്പിലിക്കാൻ ജന ചെങ്ങലക്കിട്ട ആളുകളാണ്, രോഗികളാണ് ഇപ്പോൾ ഇവിടെ സ്വതന്ത്രമായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്നതോടുകൂടി 25 കൊല്ലം കയ്യും കാലും ചെങ്ങലക്കിട്ട്, എന്നാൽ ഒരു കാട്ടാണ്, അതുകൊണ്ട് ചെങ്ങലക്കിട്ടിട്ട് കയ്യിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പാട് വന്നിട്ട് കാലിൻ്റെ അവിടെയൊക്കെ പാട് വന്നിട്ടുണ്ട്. അവർക്ക് കൈ സ്വതന്ത്രമാക്കണമെങ്കിൽ കൈ കൊണ്ട് അവരെന്തെങ്കിലും ചെയ്യും. മല ഉണ്ടെങ്കിൽ ആ മല എടുത്ത് കയറി അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് എറിയരുത് വെച്ചിട്ട് അവർ വീട്ടിട്ടുണ്ട്. അവർ ഭക്ഷണം, വീട്ടുകാരൻ്റെ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ആ റൂമിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. മല അടങ്ങിയിട്ടുള്ള ആ സാധനങ്ങൾ മുഴുവൻ അവർ തിന്നുകൊടുക്കുക. അപ്പം ഞങ്ങളുടെ ഒരു ഒബ്സർവേഷനിൽ ഞങ്ങൾ പോയപ്പോൾ ഇത്തരം രോഗികളൊക്കെ കണ്ടെത്തിയിട്ട് ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നു, അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഞങ്ങളതിന് പോയിട്ടാണ് ക്ലീൻ ചെയ്ത് കൊടുത്തത്. നന്നായി കുളിപ്പിച്ചു, സോപ്പും സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടായി. കൊണ്ടുവരാൻ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. പറഞ്ഞാൽ വണ്ടിക്ക് കയറുന്നില്ല, വണ്ടിക്ക് കയറ്റി വിടേണ്ടി വരും. അങ്ങനെ ഇവിടെ വന്നിട്ട് എല്ലാ അസുഖമാണ്, ഒരു അസുഖം എന്നുള്ളത് കണ്ടാൽ മതി. ക്യാൻസറിനെ പോലെ അല്ലെങ്കിൽ കിഡ്നിനെ പോലെ ഇതൊരു മാനസിക ഒരു അസുഖമാണ്. അപ്പോൾ അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പോലെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു തോന്നലിലാണ് ഞങ്ങൾ തുടങ്ങി. എല്ലാ ബുധനാഴ്ചകളും ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് എല്ലാ ബുധനാഴ്ചയും അവിടെ രോഗികൾ വരുന്നു, അവർ പോകുന്നു, ഒരു പാട്ടാടുന്നു, പോലെ എന്തെങ്കിലും സംഗതി ചെയ്യുന്നു, അങ്ങനെ പോലെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഒരാൾക്ക് മാത്രമല്ല, ചില ആൾക്കാർക്കൊക്കെ നല്ല കഴിവുണ്ട്. അവർ സോപ്പ് ഉണ്ടാക്കും. ആ സോപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ ലാബിൽ തന്നെ വിൽപ്പന നടത്തും. ഒരു സാധാരണ ഒരാൾ വെറുതെ പൈസ കൊടുക്കുന്നതിന് പുറമെ ഞാൻ അധ്വാനിക്കുന്നുണ്ട്, എൻ്റെ അധ്വാന ഫലമാണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത്, മക്കൾക്ക് ചെയ്യുന്നത് എന്നൊരു തോന്നൽ അവർ ഉണ്ടാക്കും. അത് വലിയൊരു ചേഞ്ചായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം സസ്റ്റൈനബിളിറ്റി. ട്രീറ്റ്മെൻറ്റ് പലതും പല രീതിയിലാണ്. ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിൻ്റെ പുറമെ ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞ രീതി, എന്നാൽ എംപതറ്റിക്കൽ സാധനം. ഇത് നാളെ എനിക്ക് വരല്ലോ. ക്യാൻസർ ഇപ്പോൾ ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. നാളെ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇത് ക്യാൻസറാണെന്ന് വരാം. അത് നമുക്ക് ഏകദേശം ഒരു 90-95% ആയി മാറുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാം. എൻ്റെ ഉള്ളിൽ ക്യാൻസർ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ ക്യാൻസർ എന്നുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് പുറത്ത് വരുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ നാളെ മറ്റന്നാളാണെങ്കിൽ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ എനിക്ക് അവരുടെ അതേ അവസ്ഥ എനിക്കുണ്ടാവാം. കീമോതെറാപ്പി അടിക്കാം, എൻ്റെ മുടിയൊക്കെ കൊയ്യാം, ഞാൻ ഈ രീതിയാവില്ല, വേറെ രീതിയാവാം. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിനെ എനിക്ക് പെട്ടെന്ന് കണ്ട സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായില്ല. ഒരു 2-3 മാസം കൊണ്ട് കീമോ ചെയ്തിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ വന്നിട്ട് മുടി മുഴുവൻ, എന്നാൽ കുരിക്കടക്കം മുടിയൊക്കെ പോയി, നല്ല താടിയുള്ള നല്ല വെളുത്ത മനുഷ്യനായിരുന്നു. പക്ഷെ അത് എല്ലാം കൊഴിഞ്ഞിട്ട് ഒരു വിരൂപനായിട്ട് ഇങ്ങനെ നിൽക്കണം. എനിക്ക് മനസ്സിലായില്ല. സാധനം എന്നോട് പറയണം, അദ്ദേഹം ലബീദ ഇത് ഞാനാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നാളെ എനിക്ക് വരാം. അപ്പം അതിനനുസരിച്ച് നാളെ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഇപ്പം ചെയ്യാണ്ടോ, ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലും ചെയ്യാണ്ടോ, അതാണ് ഞാൻ നോക്കുന്നത്. നല്ല അനുഭവം, ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചില വീടുകളിൽ ഇപ്പോൾ ഞാൻ പോകുമ്പോൾ അവിടെ സ്ത്രീകളാണുള്ളതെങ്കിൽ ഞാൻ ഭാര്യനെയും കൂടി കൊണ്ടുപോകും, അല്ലെങ്കിൽ ഉമ്മാനെ കൊണ്ടുപോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ വീട്ടിലേക്ക് കണ്ട് എത്തുന്നതിനൊരു ഇതുണ്ട്. കാരണം നമ്മളൊരു ആണാണ്, സ്ത്രീകൾ മാത്രമുള്ള വീടാണെങ്കിൽ അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ ഉമ്മാനെ അല്ലെങ്കിൽ വൈഫിനെ കൊണ്ടുപോകുമ്പോൾ ഒരതിൻ്റെ ഉള്ളിൽ പോയിട്ട് എല്ലാ സംഗതികളും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലൊരു അംഗമായി മാറി. കാരണം അത് വല്ലാത്തൊരു, കാരണം അവരുടെ മക്കളുടെ പഠനമാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ മറ്റു ആവശ്യങ്ങളാണെങ്കിലൊക്കെ നമ്മളോട് ഒരു അഭിപ്രായം ചോദിക്കുക എന്നുള്ളത്, നമ്മളോടൊരു അഭിപ്രായം ചോദിച്ചിട്ട് ആ അഭിപ്രായത്തിനനുസരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് അതൊരു ഭയങ്കര സന്തോഷമായി. കാരണം ഒരിക്കൽ നോമ്പ് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഞാനും അസ്ലം സാറും കൂടെ പോവാണ്. അപ്പോൾ ഞങ്ങളോട് രണ്ടാളോട് വരാൻ പറഞ്ഞു. അവിടെ കുറേ മൗലവിമാരുണ്ട്, അതുപോലെ കുറേ കുടുംബക്കാരുണ്ട്. പക്ഷേ ബാങ്ക് കൊടുത്തിട്ട് ഞങ്ങളെ കാത്തിക്കാണ്, ഞങ്ങൾ വന്നിട്ട് നോമ്പർക്കുള്ളൂ എന്നുള്ള രീതിയിലാണ്.
ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അത്രമാത്രം നമ്മളെ ആ ഒരു ലെവലിൽ അവരെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നമ്മളെ അവർ അംഗീകരിച്ചല്ലോ. പിന്നെ നമ്മൾക്ക് ഈ വിഷയങ്ങളിൽ കുറേ സാധനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളിലുണ്ട്. കാരണം അതൊക്കെ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയാണ് നാളെ പഠിച്ചോൻ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഇതിൽ അതുകൊണ്ട് എൻ്റെ പണമാണെങ്കിലും നമ്മളെ സമയമാണെങ്കിലും ഒക്കെ ഈ മാർഗത്തിൽ കൂടെ ചെയ്യണം. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ സാധാരണ കുടുംബക്കാരിൽ ഒരു 10-300 ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു രീതി പറയണമെങ്കിൽ ഒരു 10,000-20,000 ആൾക്കാരുണ്ട്. അപ്പോൾ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ടീം ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് വരാൻ അല്ലെങ്കിൽ പഠിച്ച ഭാഗത്തു നിന്ന് വരേണ്ട കുറേ ശിക്ഷകളാവാം അല്ലെങ്കിൽ പരീക്ഷണങ്ങളാവാം, അതൊക്കെ മാറി മാറി വളരെ സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. അതൊരു സന്തോഷം. വിദ്യാർത്ഥികളുടെ റോള് ശരിക്കും 2010 ഞങ്ങളങ്ങനെ ആലോചിച്ച സമയത്ത് 2010 വരെ കുറേ രീതിയാണ്. അതിൻ്റെ ഒരു 2001 സ്റ്റേജാണ്. ഇത് പലർക്കും അറിയില്ല, ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ക്യാൻസർ രോഗികളോട് പറയണോ പറയേണ്ടതില്ലതിനെ കുറിച്ച് അറിയില്ല. കാരണം 2014 ശരിക്ക് ക്യാൻസർ എന്നുള്ളത് അവരോട്, ഇപ്പോൾ എനിക്ക് ക്യാൻസർ വരികയാണെങ്കിൽ എനിക്ക് ക്യാൻസർ ആണെന്നുള്ളത് എന്നെ ബോധ്യപ്പെടുത്തണം, രോഗിയെ ബോധ്യപ്പെടുത്തണം. എന്നാലും രോഗിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടെങ്കിലോ ഒക്കെ പറയാണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു കൺസെപ്റ്റ് വന്നു. 2014 അതൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു. അതിൻ്റെ മഞ്ചേരി നടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വിദ്യാർത്ഥികൾക്കിടയിലും ചെയ്യണം. കാരണം ഇനി വരുന്ന അടുത്ത നമ്മളെ ഏറ്റെടുക്കേണ്ട ആൾക്കാരെ വിദ്യാർത്ഥികൾ. ഞാൻ കൊണ്ടോട്ട് EMEA ഉണ്ടായിരുന്ന ഒരു ആള്, ഞങ്ങളെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾ, അവിടെ കൊണ്ടോട്ട് EMEA ആളായിരുന്നു. ഞാനതുപോലെ സയൻസ് കോളേജിൽ ഞാൻ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും ഇവിടെ ചെടി ഇനീഷ്യേറ്റ് ചെയ്ത് അന്ന് ഉണ്ടാക്കിയ സംഗതിയാണ് സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ SIP. ആ SIP 2014 ഉണ്ടാക്കിയിട്ട് ഒരു കൺസെപ്റ്റാണ്. കാരണം ഇത് വിദ്യാർത്ഥികൾക്ക് എന്താ ചെയ്യേണ്ടത്, ആ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ആളുകളെ കണ്ടെത്താനും അതോടൊപ്പം അടുത്ത ജനറേഷനിലേക്ക് ഇവരെ കയറ്റി കൊണ്ടുവരാനുള്ള രീതിയാണ്. അന്ന് നൗഫൽ എന്ന് പറയുന്ന നമ്മളൊരു കൊണ്ടുകൊണ്ടുള്ള ഒരാളായിരുന്നു നൗഫൽ എന്ന കോർഡിനേറ്റർ. അപ്പോൾ നൗഫൽ ഇതിനെ നന്നായി കൊണ്ടുപോയി. ഇപ്പം മാത്രമല്ല 2-3 ക്ലിനിക്കുകൾ തന്നെ നടത്തുന്നത് ഇപ്പോൾ നൗഫലാണ്. എന്ന് പറഞ്ഞാൽ ആ തലത്തിലേക്ക് ഇവിടുന്ന് സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് പാലിയേറ്റീവ് കെയറിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ PG ഒക്കെ കഴിഞ്ഞ് പിന്നെ അധ്യാപകനായപ്പോൾ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ BSMOL കോളേജിലെ അധ്യാപകനാണ് അദ്ദേഹം. അവിടെ ഇതേപോലെ SIP ഉണ്ടാക്കി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകും. അപ്പോൾ എല്ലാ തരത്തിലും വിദ്യാർത്ഥികൾക്കിടയിലും ഇതൊരു കടന്ന് ചെല്ലാനും അവരെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനും ഉള്ള നിലക്കാണ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ SIP ഇനി ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനത്തിൻ്റെ അന്ന് ഇവിടുത്തെ സ്റ്റുഡൻസാണ് ഇവിടുത്തെ എല്ലാ ആളുകളിലും ക്ലാസ് എടുക്കാറുള്ളതും അതോടൊപ്പം കലശം എടുക്കാറുള്ളതും. ആ 2 രീതി അത് നല്ലതാണെന്നാണ് എൻ്റെ വെല്ലുവിളികളില്ല. ഞാനിപ്പോൾ എല്ലാത്തിലും ഇനീഷ്യേറ്റ് ചെയ്യാൻ എന്താ വെച്ചാൽ എല്ലാത്തിലും ഇടപെടുന്നതെന്ന് വെച്ചാൽ നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസ്, നമ്മളെ ഒരു ചിന്ത അതിൽ വരുള്ള വെച്ചാൽ. ഇപ്പം പിന്നെ ഇതിലുണ്ട് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിൽ. ഇപ്പോൾ ഡയാലിസിസിൽ ഞാൻ അതിൻ്റെ ആളൊന്നുമില്ല, ശരിക്കും അതിൻ്റെ ഭാരവാഹിത്വത്തിലൊന്നുമില്ല, എന്നാൽ അതിൻ്റെ ഒരു കോർഡിനേറ്റർ ഞാനാണ്. അപ്പോൾ ആ രോഗികളുമായിട്ട് കൂടുതൽ ഇടപഴകാനും ഒക്കെ അറിയുന്നുള്ളതാണ് ഒരു കാര്യം. അത് വെല്ലുവിളി എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ വേൾഡ് പ്രിൻസിപ്പിളാണ് 80-20. 20% ആൾക്കാരെ ഇതിനൊക്കെ വർക്ക് ചെയ്യേണ്ടാവുള്ളൂ, ബാക്കി 50%. ചില ആൾക്കാർ അതിൽ നിന്ന് തന്നെ ക്രിട്ടിസൈസ് ചെയ്യും. നമ്മൾ ഈ അത്തരം സന്ദർഭങ്ങളിൽ ക്രിട്ടിസൈസ് നമുക്ക് പൊതുവെ ഇഷ്ടമാണ്. ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് നല്ലതാണ്. അതേ സമയത്ത് അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലായി മാറുന്ന സമയത്ത് ചിലപ്പോൾ എന്തിനാ പറ്റി ഞാൻ ഇങ്ങനെ ചെയ്യണേ, ഇതുകൊണ്ട് വിടുക, ഫ്രീ ആക്കുക, അതായത് ഇതിൽ നിന്ന് ഒഴിഞ്ഞാൽ മതിയല്ലോ, എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്താൽ മതിയല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ ലെവലിൽ മറ്റു സൊസൈറ്റി ഏറ്റെടുക്കണില്ലേ എന്നുള്ളൊരു തോന്നൽ, ആ തോന്നൽ ചിലപ്പോൾ
എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആണോ, അതല്ല അവർക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത ഒരു പ്രശ്നം ഉണ്ടോ, അവർക്ക് ഇങ്ങനെ നോക്കി കൊടുക്കണം. ഇതാണ് ഒരു വെല്ലുവിളി. ഞാൻ എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് 2026 ആകുമ്പോഴേക്കും എല്ലാ രോഗികളും അരീക്കോട് പഞ്ചായത്തിൽ ഒരു രോഗി പോലും ഇത് കിട്ടാത്ത ആൾക്കാരുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അരീക്കോട് അങ്ങാടിയിൽ വന്നിട്ടുള്ള ഒരാൾ പറഞ്ഞത് പാലിയേറ്റീവ് കെയറോ ഇതെന്താ, എന്നാൽ 20 വർഷമായിട്ട് 25 വർഷമായിട്ട് നടത്തുന്ന ഈ സ്ഥാപനത്തിനെ കുറിച്ച് ആളുകൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകരുത്. പക്ഷെ അത് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വെല്ലുവിളിയുടെ ഭാഗമാണ്. ആ പോക്കറ്റിലേക്ക് ഈ മെസ്സേജ് എത്തിയിട്ടില്ല. അതായത് ആ രോഗിക്കുണ്ടായിരുന്ന രോഗത്തിൻ്റെ സപ്പോർട്ട് ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മറ്റു കാര്യങ്ങളില്ല. അതേപോലെ ഈ മതസമൂഹങ്ങൾ അതേപോലെ ക്ലബ്ബുകളൊക്കെ എല്ലാ തരം ക്ലബ്ബുകളും ഇപ്പം 1990കളിലോ അല്ലെങ്കിൽ 2000-ലോ അല്ലെങ്കിൽ 2010-ലുള്ള സാധനം പോലല്ല ഇപ്പോൾ ഉള്ളത്. ഒരു ചേഞ്ച്, എല്ലാ തരത്തിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. എല്ലാത്തിലും അത് വിദ്യാർത്ഥികൾക്കിടയിൽ വന്നിട്ടുണ്ട്, അധ്യാപകരുടെ ഇടയിൽ വന്നിട്ടുണ്ട്, ഡ്രസ് കോഡുകൾ അതിൻ്റെ ഒരു ഇതുണ്ട്, എല്ലാത്തിലും ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതേ ചേഞ്ച് തന്നെ സൊസൈറ്റിയിലും വന്നിട്ടുണ്ട്. കാരണം പാലിയേറ്റീവ് കെയറിനെ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനെ സഹായിക്കാത്ത ഒരാൾ ഒരു മോശക്കാരനാണെന്നുള്ളതിലേക്ക് കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 2010-ലോ ഒക്കെ 10-ലും 11-ലൊക്കെ അരീക്കോട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് കയറിയിട്ട് ജനുവരി 15-ന് സ്കൂളിൽ ലീവായിരിക്കും. അന്ന് ബസ്സിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്നുള്ള നിലക്കാണ് ഞാൻ സംസാരിക്കുക. ഇതേ ലെവലിൽ തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ പൈസ തരും, ഇഷ്ടംപോലെ പൈസ തരും. ഞാൻ ഇപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വിദേശത്ത് പോയ സമയത്ത് ഒരു 10-30 കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. അവരൊക്കെ 1 ദിർഹം, 2 ദിർഹം, 10 ദിർഹം, അങ്ങനെ ദിർഹം അനുസരിച്ച് ഇങ്ങനെ തന്നുകൊടുക്കും. അപ്പോൾ ഇതൊരു നമ്മളവിടെ പറയാന്നുള്ളൊരു സംഗതിയേ ഉള്ളൂ. ബാക്കി ആൾക്കാരെ ഏറ്റെടുത്ത് വന്നിട്ട് അത് ഒരു ഭയങ്കര ചേഞ്ചാണ്. ആ ചേഞ്ചിൽ തന്നെ മതസംഘടനകളും സാമൂഹിക സംഘടനകളും സാംസ്കാരിക നേതാക്കന്മാരും എല്ലാവരും ഇതിൽ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഒരാൾ നോ എന്ന് വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പാലിയേറ്റീവ് കെയറിന് ഞാൻ പൈസ തരൂലെന്നോ അല്ലെങ്കിൽ രോഗിയെ ഞാൻ സഹായിക്കൂലെന്നോ ഇതുവരെ ഒരാൾ പറഞ്ഞായിട്ടാണ്. നല്ല തരാൻ പറ്റാത്ത ആൾക്കാർ തന്നെ ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമുക്ക് ഇതിലേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഇതിന് ഇങ്ങനെ ഇപ്പോഴത്തെ നിലക്ക് ഒരു മത്സര ബുദ്ധിയോടുകൂടി ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായം. മാറ്റങ്ങൾ ഇഷ്ടംപോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് ചൂടാകുന്ന ഒരാളായി. എന്താണെന്ന് വെച്ചാൽ പൊതുവെ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാകും. അങ്ങനെ ആണ് ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ രോഗികളുടെ അടുത്തേക്ക് വന്ന സമയത്ത് നാളെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് വരാമല്ലോ, ഞാൻ എന്തിനാ പോയി ചൂടാണ് എന്നൊരു രീതിയിലേക്ക് ഒരു സോഫ്റ്റ് കോർണറിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ എല്ലാം കേട്ടിട്ടുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ട്. ശരിക്കും രോഗികളുടെ അടുത്തേക്ക് പോയിട്ടാണ് എനിക്കത് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രോഗികളുടെ അടുത്ത് ഒരു 5 മിനിറ്റോടോ 10 മിനിറ്റോടോ ഒരു സമയമുണ്ട്, എളാമ രോഗിയാണ് എൻ്റെ അടുത്തൊക്കെ പോയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കരുത്. ചിലപ്പോൾ ഒരുപാട് സമയം നിന്നിട്ടായിരിക്കും എളാമൻ്റെ നിന്ന് സംസാരം കിട്ടുക. അപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് നല്ലൊരു വളണ്ടിയർ നല്ലൊരു ലീസണറാണ്. അയാൾ എന്താണ് പറയണത് അതിനനുസരിച്ചുകൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനുള്ള ഒരു ത്വര ഉണ്ടാക്കി കൊടുക്കും. എന്നാലും അതുപോലെ ഉള്ളിലുള്ള വേദനകളൊക്കെ ചില ആൾക്കാർ, ഞാൻ കൗൺസിലർ കൂടിയാണ്, ആ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ രോഗീൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാനിങ്ങനെ തലാട്ടി കൊടുക്കുള്ളൂ. സമയം ശരിക്കും തടഞ്ഞ് നോക്കുകയാണെങ്കിൽ 1, 2, 3 മണിക്കൂർ കഴിയുമ്പോൾ ചോദിക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ പാലിയേറ്റീവ് കെയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് സൊസൈറ്റിക്ക് അറിയണം. അത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന സംഗതികളുടെ ഒരുപാട് ആൾക്കാർക്ക് എത്തിക്കാൻ കഴിയും. പ്രത്യേകിച്ചും നിങ്ങൾ ഇപ്പോൾ എന്നോട് സംസാരിച്ച രീതിയിൽ ഒരുപാട് മേഖലകളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഒന്ന്
കേട്ട കാരണം ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ട്, കുറേ എക്സ്റ്റൻഷനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ മാക്സിമം വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അറിയാനുള്ള ഉണ്ടാകാം. സൊസൈറ്റിക്ക് ഇതൊരു ഗുണമാണ്. സൊസൈറ്റി എന്നാൽ ഞാനടങ്ങുന്ന സമൂഹമാണ് സൊസൈറ്റി. ആ സൊസൈറ്റിക്ക് ഈ ഒരു സംവിധാനം കൊണ്ട്, പാലിറ്റി കെയർ എന്നുള്ള സംവിധാനം കൊണ്ട്, രോഗി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. രോഗികളെ ഏതാവട്ടെ, ഏത് തരത്തിലുള്ള രോഗികൾ ഒരേ പ്രയാസങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രോഗി എന്നുള്ള കൺസെപ്റ്റിൽ നോക്കുന്ന സമയത്ത് അവർക്കും ഒരു ആശ്വാസമാകാൻ കഴിയണം. ആ ഒരു അങ്ങനെ കഴിഞ്ഞു എന്നെങ്കിൽ നമ്മുടെ ഈ ഇൻ്റർവ്യൂ അതിൻ്റെ ഒരു ഫലവത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഫലവത്താണ്, സൊസൈറ്റിയിലേക്ക് ഇതൊരു ഗുണമുണ്ട് എന്ന് അറിയണമെങ്കിൽ അത് ഫലവത്താണ്. അങ്ങനെ ആവാൻ അത് സ്പ്രെഡ് ചെയ്യാൻ എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും ഈ ഒരു രീതിയിൽ സപ്പോർട്ടേഴ്സ് ഉണ്ടാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ നല്ലൊരു വലിയൊരു വർക്ക് നിങ്ങൾ ചെയ്യുന്നത് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. പ്രത്യേകിച്ച് മുമ്പ് ജോസ് സാറോട് ഞാൻ സംസാരിച്ചിരുന്നു. ജോസ് സാറ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പുറമെ കുട്ടികളെ തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ പൂർത്തിയാക്കി എന്നാണ് എൻ്റെ തോന്നൽ. നല്ല തരത്തിലാണ് ചോദ്യങ്ങളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലൊക്കെ ചെയ്തത്. അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഓൾ ദി ബെസ്റ്റ്. Thank you so much for sharing your valuable time experience. ഓക്കെ.